നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ഭഗധേയാനി ഹി സ്വാനി പാണ്ഡവാ ഭുഞ്ജതേ സദാ. പാണ്ഡവന്മാര് എപ്പോഴും അനുഭവിക്കുന്നത് എന്താണെന്നറിയോ? അവരുടെ ഭാഗ്യമാണ്. എന്താ ഭാഗ്യം? ചെയ്ത കർമ്മങ്ങളുടെ ഫലം. സൽക്കർമ്മങ്ങൾ നിരന്തരം ചെയ്യുന്ന ആളുകൾക്ക് ആ സൽക്കർമ്മങ്ങളുടെ ഫലം വന്നു ചേരും. അതുകൊണ്ട് വിജയമുണ്ടാകും. ഭൗതിക മണ്ഡലത്തിൽ ആളുകൾ അതിന് ഭാഗ്യമെന്ന് പറയും. പലപ്പോഴും ഈ ജന്മത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലം ഇപ്പോൾ തന്നെ വന്നു ചേർന്നു എന്ന് വരാം. ഇത് മാത്രമല്ല, കഴിഞ്ഞ അനേകം ജന്മങ്ങളിൽ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലം അത് ലഭിക്കാനുള്ള സമയമാകുന്നത് ഇപ്പോഴാകാം. അതുകൊണ്ട് കാരണം എന്താണ് എന്ന് പോലും മനസ്സിലാകാതെ സൗഭാഗ്യങ്ങൾ ഇങ്ങ് വന്നു ചേരും. പക്ഷെ അതിന്റെ എല്ലാം ആസ്പദം ഭാഗധേയമാണ്, ഭാഗ്യമാണ്, ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമാണ് എന്നറിയാം. കാരണമുണ്ട്. കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. കാരണമുണ്ട്. പാണ്ഡവർക്ക് ഇത്രയും ഐശ്വര്യം ഉണ്ടായെങ്കിൽ അതിന് കാരണമുണ്ട്. ഈ ജന്മത്തിൽ അവർ നല്ല കാര്യങ്ങൾ ഏറെ ചെയ്തു. ഇതേപോലെ മുജ്ജന്മങ്ങളിലും അവർ ചെയ്തു. മുജ്ജന്മങ്ങളിൽ നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടാണ് ഈ ജന്മത്തിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള വാസന, സ്വഭാവം അവർക്കുള്ളത്. അങ്ങനെ അനേക ജന്മാർജിതമായിരിക്കുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് ഐശ്വര്യം ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുന്നത്. നീ അവരെ സംഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികൾ ഇണക്കി, അതൊക്കെ ഫലിക്കാതെ എന്തുകൊണ്ടാ? അവർ ചെയ്തിട്ടുള്ളതായ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. അത്തരം പുണ്യകർമ്മങ്ങളുടെ സമ്പത്ത് കൈവശമുള്ള ആളുകൾ ആരുടെ കുതന്ത്രത്തിലും നശിച്ചു പോയില്ല. അവർക്ക് ശ്രേയസ് മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് ഇത് അവരുടെ ഭാഗധേയമാണ് എന്നറിയണം. നീയും ശ്രമിക്കേണ്ടത് ആ വിധമുള്ളതായ ഭാഗധേയം നിന്റെ ജീവിതത്തിലും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ പോലെ ചിന്തിക്കൂ, പാണ്ഡവരെ പോലെ ചിന്തിക്കൂ, പാണ്ഡവരെ പോലെ പ്രവർത്തിക്കൂ, പാണ്ഡവരെ പോലെ പെരുമാറൂ. നിന്റെ ജീവിതത്തിലും സമൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. അതാണ് ഐശ്വര്യം ഉണ്ടാകാനുള്ള മാർഗം. അതല്ലാതെ കാപട്യം കൊണ്ട്, അതിക്രമം കൊണ്ട് ഒരു പ്രകാരത്തിലും ശ്രേയസ്സുണ്ടാവില്ല എന്ന് ശകുനി ദുര്യോധനനെ പഠിപ്പിക്കുന്നു. അല്ലയോ ദുര്യോധന, ആരബ്ധാശ്ച മഹാരാജ പുനഃ പുനരരിന്ദമ വിമുക്താശ്ച നരവ്യാഘ്ര ഭാഗധേയ പുരസ്കൃതാഃ. അല്ലയോ പൗരുഷം ഏറെയുള്ളവനായ, കർമ്മശേഷി ഏറെയുള്ളവനായ ദുര്യോധന, നീ ഇത്രയും കൊല്ലങ്ങൾക്കിടയ്ക്ക് എന്തെന്തെല്ലാം പദ്ധതികള് പാണ്ഡവരെ നശിപ്പിക്കാൻ നടപ്പിലാക്കി. ശത്രുക്കളെ സംഹരിക്കുന്നവനാണ് നീ, പക്ഷെ നിനക്കത് സാധിച്ചില്ല. പിന്നെന്താ ഉണ്ടായത്? ഭാഗധേയത്താൽ പുരസ്കൃതരായിട്ട് അവർ ചെയ്തിരിക്കുന്നതായ പുണ്യകർമ്മങ്ങളുടെ സൗഭാഗ്യം അവരെ പിന്തുടരുന്നു. അതിന്റെ ഫലമായിട്ട് പാണ്ഡവന്മാർ അതിൽ നിന്നെല്ലാം മുക്തരായി ഇപ്പോഴിതാ ഈ അവസ്ഥയില് വന്നു ചേർന്നിരിക്കുന്നു. അവർക്ക് എന്തൊക്കെ ലഭിച്ചു? നീ അവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചു. അതിനു വേണ്ടിയിട്ട് നീ എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞു. ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ രാജകീയമായിരിക്കുന്ന അധികാരത്തെ നീ ദുർവിനിയോഗം ചെയ്തു. അദ്ദേഹത്തെയും പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനസ്സും മാറ്റി
നീ സർവകാപട്യങ്ങളും ചെയ്തു. പക്ഷേ അവർ നീ ഒരുക്കിയ തീയുടെ കെണിയിൽപ്പെട്ട് മരിച്ചുപോയോ? അവർ മരിച്ചുപോയെന്ന് കരുതിയിട്ട് നീ ഹസ്തിനാപുരത്തിലെ ജനങ്ങളുടെ മുന്നിൽ കരഞ്ഞു കാണിച്ചു. മരിച്ചുപോയ കുന്തിക്കും പാണ്ഡവന്മാർക്കും വേണ്ടിയിട്ട് ഉദകക്രിയ ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷെ അവർ ഭൂമിയിൽ ആരോഗ്യത്തോടുകൂടി ജീവിക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, വലിയ ബലം അവർക്ക് കൈവന്നു, സമൂഹത്തിൽ വലിയ സ്ഥാനം അവർക്ക് കൈവന്നു, പ്രബലരായ സഹായികൾ അവർക്ക് കൈവന്നു. തൈർലബ്ധ ദ്രൗപദീ ഭാര്യ ദ്രുപദശ്ച സുതൈ സഹ സഹായ പൃഥിവീലാഭം വാസുദേവശ്ച വീര്യവാൻ. എന്തൊക്കെയാ അവർക്ക് കൈവന്നത്? നീ അവരെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴേക്കും അവർക്ക് ഭാര്യയായി ദ്രൗപദിയെ കിട്ടി. ഈ ലോകത്തിലെ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു പദവിയാണത്, സൗഭാഗ്യമാണത്. അത് ആഗ്രഹിച്ചിട്ട് ഈ നാട്ടിലെ രാജാക്കന്മാരെല്ലാ പേരും അവിടെ പാഞ്ചാലത്ത് വന്ന് കൂടിയിരുന്നല്ലോ. ആർക്കെങ്കിലും സാധിച്ചോ? ആ യന്ത്രക്കിളിയെ ഭേദിക്കാൻ അർജുനന് മാത്രമല്ലേ സാധിച്ചുള്ളൂ. അങ്ങനെ അവർക്ക്, നീ മരിച്ചുപോയി എന്ന് കരുതി വിശ്വസിച്ചിരുന്ന അവർക്ക് ദ്രൗപദിയെ പത്നിയായി ലഭിച്ചു. എന്ന് മാത്രമല്ല, സഹായിയായിട്ട് ദ്രുപദനെ ലഭിച്ചു. കരുത്തനായ രാജാവാണ്. പാഞ്ചാലന്മാര് അന്നത്തെ ഒന്നാന്തരം സൈനിക ശക്തിയാണ്. കൗരവന്മാരെ പോലെ തന്നെ പ്രബലരായ സൈനിക ശക്തിയാണ്. അതിന്റെ അധിപൻ വീരനായ ദ്രുപദനാണ്. ആ ദ്രുപദനെ അടുത്ത ബന്ധുവായി അമ്മായിയച്ഛനായി ലഭിച്ചു. എന്ന് മാത്രമല്ല, ദ്രുപദന്റെ മക്കൾ ദൃഷ്ടദ്യുമ്നൻ തുടങ്ങിയ ആളുകൾ അവരെല്ലാം ഏകമനസ്സാണ് പാണ്ഡവന്മാരുമായിട്ട്. അവരെയും കരുത്തന്മാരായ സഹായികളായി ലഭിച്ചിട്ട് അവർക്ക് ഇതാ ഭൂമി നേടിയെടുക്കാനുള്ളതായ എല്ലാ സൗകര്യവും ഒരുങ്ങി. അവർ യഥാർത്ഥത്തിൽ ഭൂമിപന്മാരായി മാറി, ഭൂമിയെ രക്ഷിക്കുന്നവരായി മാറി. എന്ന് മാത്രമല്ല, അവിടെ വച്ചിട്ടാണ് അവർക്ക് വലിയൊരു സഹായിയെ കിട്ടിയത്. വാസുദേവശ്ച വീര്യവാൻ. വീരനായിരിക്കുന്ന വാസുദേവനെയും അവിടെ ആ പാഞ്ചാലത്തെ സ്വയംവര പന്തലിൽ വെച്ച് അവർക്ക് കിട്ടി. കൃഷ്ണൻ പാണ്ഡവന്മാരെ നേരിട്ട് കാണുന്നത് അവിടെ ആ സ്വയംവര പന്തലിൽ വെച്ചാണ്. കേട്ടേ അറിവുള്ളൂ. തന്റെ അച്ഛന്റെ സഹോദരിയുടെ മക്കൾ, അവരെ ആസ്പദമാക്കിയുള്ള പല സംഭവങ്ങളും ഇങ്ങനെ ആളുകൾ പറഞ്ഞ്, ദൂതന്മാർ പറഞ്ഞ്, ചാരന്മാർ പറഞ്ഞ് ഒക്കെ അറിയുന്നുണ്ട്. അവരെ നേരിട്ട് കാണാനുള്ള അവസരം അപ്പോഴാ ഉണ്ടായത്. കൃഷ്ണൻ അവരുടെ ഏറ്റവും വലിയ സഹായിയായി മാറി. അജിതസ്സോപി സർവൈർഹി സദേവാസുരമാനുഷൈഹി. ആരാ കൃഷ്ണൻ? ദേവന്മാരും അസുരന്മാരും മനുഷ്യരും എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ആക്രമിച്ചാൽ പോലും കൃഷ്ണനെ തോൽപ്പിക്കാനാവില്ല. എല്ലാവരെയും കൃഷ്ണൻ ഞൊടിയിട കൊണ്ട് തോൽപ്പിക്കും. അത്ര കണ്ട് കരുത്താണ് കൃഷ്ണന്. ആ കൃഷ്ണന്റെ സാന്നിധ്യം, കൃഷ്ണന്റെ അനുഗ്രഹം, കൃഷ്ണന്റെ ബലം പാണ്ഡവന്മാർക്ക് അതേ പ്രകാരത്തിൽ സിദ്ധിച്ചു. എന്തേ? അവര് സൽക്കർമ്മം ചെയ്യുന്നവരാണ് പാണ്ഡവന്മാര്. ധർമ്മമേ ചെയ്യൂ. അതുകൊണ്ട് കൃഷ്ണന് അവരെ സഹായിക്കണം എന്ന് സ്വാഭാവികമായും ചിന്തയുണ്ടായി. ബന്ധുത്വം മാത്രമല്ല, അവരുടെ നന്മ, അതിനെ കൃഷ്ണൻ ആദരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യുന്നു. എങ്ങനെയാ അവരവിടെ പഞ്ചാലത്ത് വന്നത്? അവിടെ വാരണാവതത്തിലെ അരക്കില്ലത്തിലെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട്. നോക്കിക്കോണം, പാണ്ഡവന്മാരെ എങ്ങനെയെല്ലാം കൊല്ലാൻ ദുര്യോധനാദികൾ ശ്രമിച്ചു എന്നുള്ളത് കൃഷ്ണൻ നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ക്ലേശിക്കുന്ന നല്ലവരായ പാണ്ഡവന്മാർക്ക് കൃഷ്ണൻ ഉറ്റ ചങ്ങാതിയായി മാറിയെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. തത്തേജസ പ്രവൃദ്ധോ സൗ തത്ര കാ പരിദേവന. അലയോ ദുര്യോധന, ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാർക്ക് സഹായികളായി മാറി. ലോകം മുഴുവൻ കീഴടക്കാൻ കരുത്തുള്ളയാളാണ് കൃഷ്ണൻ.
കൃഷ്ണന്റെ തേജസ്സിനാൽ പാണ്ഡവന്മാർ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. പാണ്ഡവന്മാരെ ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. അങ്ങനെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം പാണ്ഡവന്മാരുടെ നന്മ കൊണ്ട് കൈവന്നതാണ്. അതിന്റെ പേരിൽ നീ എന്തിന് വേദനിക്കുന്നു? തത്രകാപരിദേവന, അതിന്റെ പേരിൽ ഇങ്ങനെ ക്ലേശിക്കേണ്ട, ദുഃഖിക്കേണ്ട, പരാതി പറയേണ്ട കാര്യമെന്തിരിക്കുന്നു? നിന്റെ ഈ ചിന്ത ഒരിക്കലും നിനക്ക് ഉചിതമല്ല. ഈ ചിന്ത കൊണ്ട് വിപത്തേ വരുള്ളൂ. യഥാർത്ഥത്തിൽ നീ ദുഃഖിക്കേണ്ട സാഹചര്യമേ അല്ലത്. നീ ആഹ്ലാദിക്കേണ്ട സാഹചര്യമാണ്. നിനക്ക് അനുഭവങ്ങൾ എത്ര ഉണ്ടായി പാണ്ഡവന്മാരുമായി ബന്ധപ്പെട്ട്. അതിൽ നിന്നെങ്കിലും നീ പാഠം പഠിക്കണം. പക്ഷേ ആസുരീ സമ്പത്തുകൾ അതിൽ നിന്ന് പാഠം പഠിക്കില്ല. എത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും പഠിക്കില്ല. കാരണം അവരെ ഭരിക്കുന്നത് കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. രജോ ഗുണത്തിൽ ഉണ്ടാവുന്ന കാമവും ക്രോധവും ഒക്കെയാണ്. അതുകൊണ്ട് ദംഭവും അതേപോലെ ദർപ്പവും അതിമാനവും ക്രോധവും പാരുഷ്യവും അജ്ഞാനവുമെല്ലാം അവരുടെ മനസ്സിനെ കലക്കി മറിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ആസുരി സമ്പത്തിന്റെ സ്വഭാവവിശേഷങ്ങൾ. നമുക്ക് ശകുനിയുടെ തന്നെ ഈ സാന്ത്വജസ്സുകൾ നാളെ ബാക്കി കേൾക്കാം. തുടർന്ന് ദുര്യോധന്റെ നിർബന്ധവും അനന്തര സംഭവങ്ങൾ. മഹാഭാരതം ഭഗവത്ഗീതയുടെ കഥാരൂപത്തിലുള്ളതായ ഈ ആവിഷ്കൃതി, അത് അടുത്ത് പഠിക്കാൻ ഉള്ള അനുഗ്രഹം ഭഗവാൻ വേദവ്യാസൻ നമുക്ക് നൽകട്ടെ. പാർവതീ പരമേശ്വരന്മാർ നമുക്ക് നൽകട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് നൽകട്ടെ. എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥന്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.